ഒക്കെയാണ്. കാരണം ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പം സമസ്ത റബ്ബർ പന്തിന്റെ മാതിരിയാണ്, അടിച്ചാ പൊന്തും ഉണ്ടാങ്ങനെ ഇങ്ങനെ നിൽക്കും ചെയ്യും. അതിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പൊന്തലാണ് എന്ന് റബ്ബർ പന്തിന്റെ മാതിരിയാണ് അതെന്ന് പറഞ്ഞുണ്ട്. ചില ആളുകൾ പറഞ്ഞത് സമസ്തനെ തോണ്ടിയാൽ സമസ്തനെ കുത്തിയ കൊമ്പ് പൊട്ടും, അത് കുത്താൻ നടക്കണ്ട എന്ന് മഹാന്മാരായ ആളുകൾ മുൻകഴിഞ്ഞ മഹാന്മാർ ചില സമയത്ത് പറയാറുണ്ട്. സമസ്തനെ കുത്തിയ കൊമ്പ് പൊട്ടലാണ് എന്ന്. അപ്പൊ പക്ഷെ അതേ സമസ്ത തള്ളിയ ഹക്കീം ഫൈസി ആദർശയുടെ സംവിധാനത്തെ മുസ്ലിം ലീഗ് ഒന്നാകെ ഏറ്റെടുക്കുകയാണ്. കാരണം അതിന്റെ സമീപകാലത്ത് ഉണ്ടായ ഒരു ക്യാമ്പസ് ഫെസ്റ്റിന് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും പിന്തുണച്ചുകൊണ്ട് അപ്പോൾ ഇതൊരു തരം ഒരു പോരിനെ പ്രകടമാക്കുന്ന സാഹചര്യമല്ല. ഇതിപ്പം നല്ല വെഞ്ചേഴ്സ് ഒക്കെ എൻറ്റിറ്റി ഒക്കെ നിലനിൽക്കേണ്ടത് അനിവാര്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം സംവിധാനങ്ങളെ മുസ്ലിം ലീഗ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായി നിൽക്കുന്നതും അത് ഇവിടെ നടത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക വിപ്ലവങ്ങൾ അത് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷേ സമസ്തയുടെ പക്ഷം ചേരുകളിൽ എന്തിനാണ് മുസ്ലിം ലീഗ് എന്താണ് അവിടെ പരിപാടി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ പ്രസക്തമാവുന്നത്. ഇല്ല, മുസ്ലിം ലീഗിന് ചില കാര്യങ്ങൾ ഇവിടെ എല്ലാത്തിനെയും ഇവിടെ ചതറിഞ്ഞ് തീർക്കുക എന്നുള്ളത് അത് പാണക്കാട് നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു വിമുഖത കാണിച്ചാൽ ഈ സമ്മേളനോ അതല്ലെങ്കിൽ അതൊന്നും വിജയം കാണില്ല. സമ്മേളനം ആരെന്ത് പറഞ്ഞാലും എന്ത് വിലക്കിയാലും എന്താക്കിയാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഗതികളായിരിക്കും, ജനം തള്ളിക്കളയുന്ന സംഗതികളാകും. അതോടുകൂടി അവർക്ക് മനസ്സിലാകും ഞങ്ങൾ വൈ പേച്ചതാണ്, ലാഡീന മുതില്ലീന എന്ന് പറഞ്ഞ വൈ ഞങ്ങളുടേതാണ്. അതാണ് ഈ മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, പടച്ചവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നോളി കൂട്ടരെ. ഈ കപ്പൽ പുറപ്പെടുകയാണ്. ഈ കപ്പലിന് പിടിച്ചു നിൽക്കില്ല, നബിന്റെ കപ്പലാണ്. രക്ഷമാണെങ്കിൽ കന്നാനുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറാം എന്ന് ഞങ്ങൾ പറയുകയാണ്. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിൽ ഞങ്ങൾ കത്തിപ്പോയിട്ടില്ല. ഫിർഔനിന്റെ ചെങ്കടലിൽ ഞങ്ങൾ ഒലിച്ചു പോയിട്ടില്ല. അബൂജഹലിന്റെ അതിക്രമത്തിന് മുന്നിൽ ഞങ്ങൾ പകച്ചുപോയിട്ടില്ല. റോമിന്റെയും പേർഷ്യയുടെയും മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കിയിട്ടില്ല. കുരിശുപടയുടെ മുന്നിൽ ഞങ്ങൾ തകർന്നിട്ടില്ല. ചെങ്കിസ് ഖാന്റെ മുന്നിൽ ഞങ്ങൾ തളർന്നിട്ടില്ല. 60,000-ഓളം വരുന്ന കുരിശുപടക്ക് മുന്നിൽ സലാഖുദ്ദീൻ അയ്യൂബി വിറച്ചുപോയിട്ടില്ല. ഇറ്റലിക്ക് മുന്നിൽ ഉമർ മുഖ്താർ ശിരസ് കുനിച്ചിട്ടില്ല. ഇസ്രായേലിനെ ഫലസ്തീൻ ഭയപ്പെട്ടിട്ടില്ല. 3 വൈദേശികാധിപത്യത്തിന് മുന്നിലും സൈനുദ്ദീൻ മഖ്ദൂമും ഉമർ ഖാലിയും അമ്പുറന്തങ്ങളും ചെമ്പ്രശ്ശേരി തങ്ങളും ചെമ്പമ്പോക്കറും ഉണ്ണിമൂസയും വാരിയം കുന്നനും ആലി മുസ്ലിയാരും കീഴടങ്ങിയിട്ടില്ല. താനൂരും തിരൂരും പരപ്പനങ്ങാടിയിലും പൂക്കോട്ടൂരും ഒമാനൂരും എരുമാടും ഏർവാടിയിലും ഊതിക്കെടുത്തിയാലൊട്ടും തകരാത്ത പ്രസ്ഥാനമാണ്